ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഈ ദൈവവചന ശുശ്രൂഷയെ ഓർത്ത് സ്വർഗത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുവചനം പാറയെ തകർക്കുന്ന കൂടവും വിതയ്ക്കപ്പെട്ട വചനത്തിന് ജീവൻ നൽകുന്ന, കിളിർപ്പ് നൽകുന്ന മഴയും ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുമാണ് എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ പാറയുടെ അവസ്ഥകളിൽ തകർക്കാനും നമ്മുടെ ഹൃദയത്തിൽ പുണ്യങ്ങളും വിശുദ്ധിയുമൊക്കെ കിളിർക്കാനും വളരാനും ദൈവവചനമാകുന്ന വിത്ത് നമുക്ക് വലിയ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വിതയായി മാറാനുമൊക്കെ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് സർവശക്തൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് ഈ സമയം സ്വർഗീയ കൃപകളാൽ നിറച്ച് വചനത്തിൻ്റെ വെളിച്ചത്താൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളെ മാനസാന്തരപ്പെടുത്തുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ ഫലമുള്ളതാക്കി മാറ്റുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, വിശുദ്ധരെ മാലാഖമാരെ, ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് എന്താ ഗുണം? ചിലർ പറയാറുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാളും ഭൗതികമായ നേട്ടങ്ങൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരില്ല. അവരങ്ങനെ ജീവിച്ചു, പാപത്തിൽ ജീവിക്കുന്നു, വലിയ വിശുദ്ധിയൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ലോക വഴികളിലൂടെ ജീവിക്കുന്നു. എന്നിട്ടും അവർക്ക് പ്രതിസന്ധികളോ കുറവുകളോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ജീവിച്ചാൽ എന്താ കുഴപ്പം? വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ വചനം പറയുകയാണ്, 4:8, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ദൈവികമായ അടുപ്പം നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ദൈവിക കാര്യങ്ങളിൽ തൽപരരായിരിക്കണം. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ഈശോയെ അനുഭവിക്കാൻ പറ്റുക. അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലോകത്തിൽ അനേക മേഖലകളിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്, എല്ലാ മേഖലയിലും നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മളെ വിശ്വാസ ജീവിതത്തിൽ, വിശുദ്ധിയിൽ, ആധ്യാത്മികതയിൽ എല്ലാം വളർത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ അല്പസമയം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് സംരക്ഷിച്ച മാർഗങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിക്കുക. അപ്പോൾ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാൻ ഒരു അഭിഷേകവും കൃപയും പ്രത്യാശയും ഈശോയോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള ആനന്ദവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. സങ്കീർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 32:10 വചനം ഇങ്ങനെ പറയുന്നു, ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. പ്രത്യക്ഷത്തിൽ നമ്മളങ്ങനെ ഇമ്മീഡിയറ്റ്ലി കാണുന്നില്ലെങ്കിലും വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ കാണാൻ ഒരു പക്ഷെ നമ്മൾ കാണുന്നില്ലായിരിക്കാം. പക്ഷേ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓരോ ജീവിതങ്ങളെയും മനസ്സിലാക്കുമ്പോൾ, ദുഷ്ടരുടെ ജീവിതത്തിൽ വേദനകൾ വളരെയാണ് എന്ന് മാത്രമല്ല, അവരുടെ ജീവിത അവസാനവും വളരെ ദുർഘടമാണ്, വളരെ വിഷമം പിടിച്ചതാണ്. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് വളരെ പ്രത്യാശാനിർഭരമായ, സ്നേഹനിർഭരമായ ഒരു ജീവിതവും ജീവിതാന്ത്യവുമാണ് നമ്മൾ കാണുക. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. ഇതാണ് 32-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ തിരുവചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്
നമ്മുടെ അടിസ്ഥാനപരമായ വിളിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളൊരു സംഭവം അവിടെ കാണുന്നുണ്ട്. ഒരു സ്ത്രീ, ആ സ്ത്രീ ഈ ഏലീഷായെ സഹായിക്കാൻ നമ്മൾ കാണുകയാണ്. ഏലീഷ അതിലെ കടന്നു പോകുന്ന സമയങ്ങളിൽ ഈ സ്ത്രീയുടെ, ഒരു ധനികയായ ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയുടെ വീടിൻ്റെ അടുത്തൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ സ്ത്രീ ഏലീഷയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുമായിരുന്നു, ഏലീഷ പ്രവാചകനെ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇതൊരു ദൈവിക മനുഷ്യനാണ്, ദൈവത്തിൻ്റെ കൃപയുള്ള ആത്മാവുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിശ്രമിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലൊരു മുറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഏലീഷയ്ക്ക് വേണ്ടി അവരുടെ വീട്ടിൽ ഈ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞ് ഒരു മുറി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ വഴി കൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഏലീഷ അവിടെ കയറി വിശ്രമിക്കുക പതിവായിരുന്നു. ഏലീഷായോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ആ വ്യക്തിയോടുള്ള സ്നേഹമല്ല, ആ മനുഷ്യനോടുള്ള സ്നേഹമല്ല, മറിച്ച് അതൊരു ദൈവിക വ്യക്തിയാണ്, ദൈവിക പുരുഷനാണ്, ദൈവാത്മാവുള്ള വ്യക്തിയാണ് എന്നതുകൊണ്ടുള്ള സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ശൂനേംകാരി എന്ന് പറയുന്ന സ്ഥലമാണിത്, അതുകൊണ്ടാണ് ശൂനേംകാരി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ശൂനേംകാരിക്ക് ഈ ഏലീഷയോടുള്ള സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവൾ ഈ ദൈവിക മനുഷ്യന് സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് 9 മുതലുള്ള തിരുവചനം. ഇതിലേ പോകാറുള്ള ആ മനുഷ്യൻ, അതായത് 2 രാജാക്കന്മാർ 4:9 മുതൽ, ഇതിലേ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ്. നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറിയുണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം. വരുമ്പോഴൊക്കെ അവന് ഇവിടെ വിശ്രമിക്കാമല്ലോ. ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ശൂനേംകാരിയെ വിളിക്കാൻ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു. അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു. ഏലീഷ ഭൃത്യനോട് പറഞ്ഞു, അവളോട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി, ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? രാജാവിനോടോ സൈന്യാധിപനോടോ ശുപാർശ ചെയ്യണമോ? അവൾ പറഞ്ഞു, ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ്. ഏലീഷ പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഗഹസി പറഞ്ഞു, അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്ന് നിന്നു. ഏലീഷ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. അവൾ പറഞ്ഞു, ഇല്ല ദേവപുരുഷ, പ്രഭോ, ഈ ദാസിയോട് വ്യാജം പറയരുതേ. നോക്കിക്കേ, ഇവിടെ അവൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് അന്വേഷിച്ച് ഏലീഷ അവൾക്കൊരു അനുഗ്രഹം കൊടുക്കുക. ഏലീഷ എന്ന് പറഞ്ഞാൽ ഏലീഷായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്. പക്ഷെ അവൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് അസാധ്യമാണെന്ന് അവൾ ചിന്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇവൾ ആ ഏലീഷായിക്ക് അല്ലെങ്കിൽ ഏലീഷായിലൂടെ കർത്താവിന് ശുശ്രൂഷ ചെയ്തത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ എന്താ, ചിലപ്പോൾ അവൾക്ക് ചോദിക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെയാണല്ലോ, ഞങ്ങൾ ഇത്രയും സഹായിക്കുന്നുണ്ടല്ലോ, ഈശോയോട് സർവശക്തനോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം, അവൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ അവൾ അതൊന്നും പ്രതീക്ഷിച്ചില്ല. നോക്കി, അവളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം നിഷ്കളങ്കമായിരുന്നു. നിഷ്കളങ്കം എന്ന് മാത്രമല്ല, നിസ്വാർത്ഥമായിരുന്നു. അത് സ്വാർത്ഥതയൊന്നുമില്ല. എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല ഇവൾ ആ ദൈവപുരുഷനെ ശുശ്രൂഷിച്ചത്. അവൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഈ കർത്താവിനെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു അതുപോലെ തന്നെ ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ദൈവസ്നേഹത്തിൻ്റെ നിറവാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പരിശുദ്ധമായ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അവളിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതനായിട്ട് ഏലീഷ പറയുകയാണ്, ഇവൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുത്തേക്കാം. ആ അനുഗ്രഹം കൊടുക്കുന്നത് പോലും ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 17-ാം തിരുവചനം പറയുകയാണ്, ഏലീഷ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. നോക്കിക്കേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കണ്ടറിഞ്ഞാണ് ആവശ്യ സമയത്താണ് അനുഗ്രഹം കൊടുക്കുന്നത്. തീർന്നില്ല, ഈ കുട്ടി വളർന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ കുട്ടി, ഇവിടെ ഒരു വചനം പറയും, 19-ാം തിരുവചനം, എൻ്റെ തല വേദനിക്കുന്നു. എന്നിട്ട് ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ മരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ
ഇവൾ നേരെ ഈ ശുശ്രൂഷകൻ്റെ അടുത്ത്, അതായത് നമ്മുടെ എലീഷയുടെ അടുത്ത് ഇരുന്നിട്ട് പറയുകയാണ്, അങ്ങ് ദൈവത്തിൽ നിന്ന് എനിക്ക് മേടിച്ച ഈ കുഞ്ഞ് ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ഞങ്ങൾ ദുഃഖത്തിലാഴ്ത്താൻ വേണ്ടിയിട്ടാണോ അങ്ങ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നത്? സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ എലീഷ തിരിച്ചു വന്നു. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എലീഷ ആ ഭവനത്തിലേക്ക് വന്ന് ഈ കുട്ടിയെ ജീവനോടെ തിരിച്ച്, അതായത് ഉയിർപ്പിച്ച് ജീവനോടെ തിരിച്ച് ഈ അമ്മയെ ഏൽപ്പിക്കുക. നോക്കിയേ, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. ആദ്യം പ്രതിസന്ധിയൊന്നുമില്ല, പക്ഷെ ആവശ്യം അറിഞ്ഞ് ദൈവം സഹായിക്കുകയാണ്. 2, അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുകയാണ്. ആ പ്രതിസന്ധിയിൽ കർത്താവ് ഇടപെടുകയാണ്. എന്തുകൊണ്ട്? അവൾ ദൈവത്തെ സ്നേഹിച്ചു. അവൾ അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നോക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ ദൈവം പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കരുതി വയ്ക്കും നമ്മൾ കാണുന്നുണ്ട്. അത് ബാഹ്യമായിട്ട് തന്നെ, അല്ലാതെയുമുണ്ട്, നമുക്ക് പിന്നീട് ധ്യാനിക്കാം. ബാഹ്യമായി തന്നെ, ഭൗതികമായി തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർ, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, നിഷ്കളങ്കമായി കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് അനുഗ്രഹങ്ങൾ കരുതി വയ്ക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഈശോയുടെ പിന്നാലെ അനുഗ്രഹത്തിന് വേണ്ടി നടക്കുകയാണ്. പക്ഷേ ഈശോ അദ്ദേഹത്തിനൊന്നും ഒരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ അപ്പസ്തോലന്മാർ പറയുകയാണ്, കർത്താവെ, ഈ മനുഷ്യനെ അനുഗ്രഹിക്കണം. കാരണം എന്താ? ഇവൻ നമുക്കൊരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്. നോക്കി, ദൈവസ്നേഹത്തെ പ്രതി അവനൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ആ പ്രവൃത്തിയെ പ്രതി നീ ഇവനെ അനുഗ്രഹിക്കണമെന്ന് അപ്പസ്തോലന്മാർ മധ്യസ്ഥനെ യാചിക്കുകയാണ്. നോക്കി, അപ്പോൾ ഈശോ അവന് തിരിഞ്ഞു നിന്ന് അവനെ അനുഗ്രഹിച്ചിട്ട് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്. അതായത് ദൈവസ്നേഹത്തെ പ്രതി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം വിസ്മരിക്കപ്പെടുകയില്ല. അത് മറന്നു പോകുന്നില്ല ദൈവം. അത് ദൈവതിരുസന്നിധിയിലുണ്ട്. അത് ഓർമ്മിപ്പിച്ച സമയത്ത് ഈശോ അവനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്ന നമ്മൾ കാണുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്, കർത്താവിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം വെറുതെ പോവില്ല. പാറമേൽ ഒഴിച്ച വെള്ളം പോലെ അത് എവിടെയും ഗുണപ്പെടാതെ ഒഴുകിപ്പോകില്ല. ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം എപ്പോഴും ദൈവതിരുസന്നിധിയിൽ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ സ്രോതസ്സാകുന്ന ഹൃദയം, അതായത് ഇപ്പം ഞാൻ ഈശോയെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നതുകൊണ്ട് എൻ്റെ ഹൃദയം അനുഗ്രഹം പ്രാപിക്കും. അത് ബാഹ്യമായും ആന്തരികമായും അനുഗ്രഹം പ്രാപിക്കും. നമ്മൾ 1-2 വിശുദ്ധരെ നോക്കിയാൽ, ഇപ്പോൾ അമ്മ ത്രേസ്യ, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഹൃദയം മരണസമയത്ത് വികാസം പ്രാപിച്ചിരുന്നു. അതായത് മരണസമയത്താണ് നമ്മളത് കാണുന്നത്. അമ്മ ത്രേസ്യയുടെ ഹൃദയം വികാസം പ്രാപിച്ച് സാധാരണ ഹൃദയത്താലും വലുതായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അനേക വിശുദ്ധരുടെ ഹൃദയം, വിശുദ്ധ കമില്ലസ്, അച്ഛൻ്റെ സഭ സ്ഥാപിച്ച വിശുദ്ധ കമില്ലസ്, ചുമന്ന കുരിശുള്ള ഈ സഭ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ കമില്ലസാണ്. വിശുദ്ധ കമില്ലസിൻ്റെ ഹൃദയം ഇപ്പോഴും അഴുകാതെ റോമിലുണ്ട്. കാരണം എന്താ? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ക്രൂശിതനോടുള്ള സ്നേഹത്തെ പ്രതി അനേക രോഗികൾക്ക് സ്നേഹമായി മാറിയ ശുശ്രൂഷയായി മാറിയ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ കമില്ലസിൻ്റേത്. അപ്പോൾ വിശുദ്ധ കമില്ലസിൻ്റെ ഹൃദയം എന്നും അഴുകാതിരിക്കുകയാണ്. ഈ ദൈവത്തോടുള്ള സ്നേഹം ത്രസിച്ചിരുന്ന ഹൃദയം അഴുകാതെ ദൈവം സൂക്ഷിച്ച് നമ്മളോട് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ ഏത് ഹൃദയത്തിൽ നിന്നല്ല, എവിടെ നിന്നാണോ ആ സ്നേഹം ഒഴുകിയത് അവിടെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ ഒഴുകുമെന്നാണ്. അതുപോലെ തന്നെ മറ്റ് അനേക വിശുദ്ധർ, വിശുദ്ധ അഗസ്തീനോസ്, അമ്മ ത്രേസ്യയുടെ കയ്യിലൊരു ഹൃദയം തന്നെ ഇരിക്കും നിങ്ങൾ കാണുന്നുണ്ട്. അഗസ്തീനോസിൻ്റെ കയ്യിലും ഒരു ഹൃദയം ഇരിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അഗസ്തീനോസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കയ്യിൽ ഒരു ഹൃദയം ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നോക്കി, അവിടെ എന്താ? അതായത് ദൈവത്തെ സ്നേഹിച്ച ഹൃദയം എന്നും അനുസ്മരിക്കപ്പെടുകയാണ്. അത് ദൈവിക ജ്ഞാനത്താൽ നിറയുന്നു, അത് ദൈവസ്നേഹത്താൽ നിറയുന്നു. അത് ഒന്നെങ്കിൽ അഴുകാതിരിക്കുന്നു മരണശേഷം, അല്ലെങ്കിൽ മരണശേഷം അഴുകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അതെന്നും അനുസ്മരിക്കപ്പെടുന്നു. ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത. അവരുടെ ഹൃദയങ്ങൾ, അവരുടെ ജീവിതങ്ങൾ എന്നും ദൈവത്തിൻ്റെ അനുസ്മരിക്കപ്പെടുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണ്ടും ദാനിയേൽ പ്രവചനത്തിലേക്ക് പോയാൽ, ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ 3 യുവാക്കന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൽ 17-18 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുകയാണ്, ഈ 3 യുവാക്കന്മാർ ദൈവത്തെ അധികമായി അന്ധമായി സ്നേഹിച്ചിരുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേർക്ക് ഈ യുവാക്കന്മാരോട് അസൂയ ഉണ്ടായിരുന്നു.
ദാനിയേലിനെയും കൂട്ടരെയും എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി അവർ പുതിയ നിയമം കൊണ്ടുവരികയാണ്. രാജാവിനെ പ്രചോദിപ്പിച്ച്, രാജാവിനോട് പ്രേരിപ്പിച്ച് പറയുകയാണ്, രാജാവിനെ അല്ലാതെ വേറെ ആരെ ആരാധിച്ചാലും, രാജാവിനെ ദേവനായി ആരാധിക്കാതെ വേറെ ഏത് ദേവനെയോ ദൈവത്തെയോ ആരാധിച്ചാലും അവർ സിംഹക്കുഴിയിൽ എറിയപ്പെടണം. അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടു. അങ്ങനെ അവിടെ മുഴുവൻ രാജാവിൻ്റെ പ്രതിമയെ അല്ലെങ്കിൽ രാജാവിനെ ആരാധിക്കുന്ന ഒരു കൾട്ട്, ഒരു ആരാധനാ രീതി അവിടെ എല്ലാവരും സ്വീകരിക്കുകയാണ്. പക്ഷേ ഈ 3 യുവാക്കന്മാർ പറയാണ്, ഞങ്ങളിത് ചെയ്യുകയില്ല. കാരണം എന്താ? ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ദാനിയേൽ 3-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ എരിയുന്ന തീച്ചൂളയിൽ ഇവരെ എറിയണമെന്നതാണ് രാജകൽപ്പന. അപ്പോൾ ഇവർ പറയുകയാണ്, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഈ ഒരു അപകടത്തിന് രക്ഷിക്കും. സത്യദൈവത്തെ അല്ലാതെ ആരെയും ആരാധിക്കില്ല. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. വീണ്ടും പറയുകയാണ്, അതായത് രാജാവിനെ ചലഞ്ച് ചെയ്ത് സംസാരിക്കുകയാണ്. 18-ാം തിരുവചനം. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിലും, ഇനി തീച്ചോളയിലേക്ക് എറിഞ്ഞു അവരൊന്ന് വിചാരിക്കുക, അങ്ങനെ ദൈവം രക്ഷിക്കാൻ വന്നില്ലെന്ന് വിചാരിക്കുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം അത്രമാത്രം നിശ്ചയദാർഢ്യത്തോടുകൂടി ഞങ്ങൾ അത് പ്രകടിപ്പിക്കും. ദൈവത്തെ, ഈശോയെ, സർവശക്തനെ മാത്രം സ്നേഹിക്കും. ഇത് പറയുകയാണ്. എന്നിട്ട് പ്രിയ സഹോദരങ്ങളെ, അവസാനം ഇവരെ കത്തുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയാൻ പറയുകയാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആ തീച്ചൂളയിൽ വലിച്ചെറിയുമ്പോൾ എറിയാൻ കൊണ്ടുപോയ ഒരു തീയിൽ അങ്ങനെ കത്തിക്കരിഞ്ഞു പോവുകയാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഇവരെ 3 പേരെയും തീച്ചൂളയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തീച്ചൂളയുടെ നടുവിൽ ഒരു ജലഗണങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം ഉണ്ടാകുകയാണ്. അവിടെ ഇവർ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വരിക. ഇവിടെ രാജാവ് പറയണം, 3 പേരെയല്ലേ നമ്മൾ തീച്ചൂളയിൽ എറിഞ്ഞത്, പക്ഷെ ഇപ്പോൾ 4 പേരെ കാണുന്നുണ്ടല്ലോ. ഈ 4-ാമൻ ആരാണ്? അവൻ്റെ മുഖം ദൈവ പുരുഷൻ്റെ മുഖം പോലെ കാണപ്പെടുന്നല്ലോ. അപ്പോൾ നോക്കിയ സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി വില കൊടുത്ത വ്യക്തി, ദൈവസ്നേഹത്തെ പ്രതി വില കൊടുത്തൊരു വ്യക്തി, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവം തന്നെ നേരിട്ട് ഇടപെടുകയാണ്. ദൈവം തന്നെ നേരിട്ട് ദൂതനെ വിട്ടോ, അല്ലെങ്കിൽ സഹായിയെ വിട്ടോ, അല്ലെ എലീഷയെ വിട്ടോ, അല്ലെങ്കിൽ ഇവിടെ നേരിട്ടൊരു ദൂതനെ വിട്ടോ, ഏതെങ്കിലും ഒരു രീതിയിൽ അവൻ്റെ കാര്യത്തിൽ കരുതൽ കാണിക്കുകയാണ് ദൈവം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് നേടി, വിശ്വാസം കൊണ്ട് എന്ത് നേടി, അതുകൊണ്ട് പറയുന്ന പ്രയോജനം എന്ന് ചോദിക്കരുത്. അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരും ദൈവസ്നേഹം ഇല്ലാത്തവരും ദൈവനിഷേധികളും ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ കാണും. അവർക്ക് പ്രത്യക്ഷത്തിൽ വലിയ പ്രതിസന്ധികളോ വലിയ പ്രശ്നങ്ങളോ ചിലപ്പോൾ നമ്മൾ കാണില്ലായിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന പ്രതിസന്ധികളുടെ സമയങ്ങൾ അവരെ ഒറ്റപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരോ അവർ ദൈവ കൃപ അനുഭവിക്കും. ദൈവ അനുഗ്രഹം അവരെ പൊതിയുന്നത് അവർ കാണും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം, 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായത്തിൻ്റെ 8ഉം 9ഉം തിരുവചനങ്ങൾ പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ചിലപ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമായിരിക്കും. 4-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം തിരുവചനങ്ങൾ. അവർക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമായിരിക്കും, പക്ഷേ അവർ തകർന്നു പോകില്ല. അവരുടെ ഞെരുക്കത്തിൻ്റെ സമയത്ത് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ദൂതന്മാരുടെ സഹായം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും തകർച്ച, അവർ നശിച്ച് പോകില്ല. അവർക്കൊരു ഉയർപ്പുണ്ടാവും. ഈശോയുടെ കാര്യത്തിൽ നോക്കിക്കേ, ഈശോ ഗത്സമനിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം പിതാവ് പോലും ഉപേക്ഷിച്ചതുപോലെ ചില തോന്നലുകൾ അവരുടെ മനസ്സിലുണ്ടാകുകയാണ്. പക്ഷേ അവിടെ തീർന്നില്ല. ഉദ്ധാനത്തിൻ്റെ ആ ഒരു കല്ലറയുടെ പിളർപ്പ്, ആ പിളർന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രത്യാശയുടെ സമയമുണ്ട്. ഇവിടെ 2 കൊരിന്തോസ് 4:8-9 തിരുവചനങ്ങൾ. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. തകർന്നു പോവാതെ കർത്താവ് കാവൽ നിൽക്കും, കാത്തു സൂക്ഷിക്കും.
അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നത്, റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് സ്വർഗീയ പ്രതിഫലം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ മത്തായി 25:34 മുതൽ അന്ത്യവിധിയുടെ സമയത്ത് ഈശോ പറയുന്നുണ്ടല്ലോ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ സഹായിച്ചു. നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ. ഒന്നേക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം ഒരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്, സ്വർഗീയ പ്രതിഫലം. അതാണ് നമ്മൾ വിശുദ്ധ മത്തായി 25:34 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ സമ്മാനത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവെന്നാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ലേഖനം 2 തിമോത്തിയിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. 2 തിമോത്തി അതിൻ്റെ 4-ാമത്തെ അധ്യായം 6 മുതൽ ഉള്ള തിരുവചനങ്ങൾ. 2 തിമോത്തി 4:6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. നോക്കിക്കേ, ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്തു. അതുകൊണ്ട് എന്താ? എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കപ്പെട്ടിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ സമ്മാനം ഉണ്ടാകും. നോക്കിയേ, ഈശോയുടെ ആഗമനത്തെ സ്നേഹപൂർവം കാത്തിരിക്കുന്ന, ഈശോയെ സ്നേഹത്തോടു കൂടി ഈ ലോകത്തിൽ ശുശ്രൂഷിക്കുന്ന, ഈശോയുടെ നാമത്തിൽ ഈശോയുടെ ഉള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വർഗീയ കിരീടം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗലാത്യ 6:9 വചനം പറയുകയാണ്, നന്മ ചെയ്യുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നമുക്ക് വിളവെടുക്കാം. യഥാകാലം, സമയത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, പരസ്പരം സ്നേഹിക്കുന്നതിൽ, പരസ്നേഹപ്രവർത്തികൾ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, സമയത്ത് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സർവശക്തൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെടാനുള്ള കത്തിജ്വലിക്കുന്ന ഹൃദയം, ദൈവസ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയായി മാറാനുള്ള അഭിഷേകത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വിമല ഹൃദയം പോലെ, മറ്റനേക വിശുദ്ധരുടെ ദൈവസ്നേഹത്തിൽ എരിയുന്ന ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയവും ദൈവസ്നേഹത്താൽ എരിക്കണമേ. ദൈവത്തോടുള്ള സ്നേഹം കൂടെയാണ് ഹൃദയങ്ങളെ എരിയിക്കണമേ. പരിശുദ്ധാത്മാവെ വരണമേ. അമ്മേ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.